വേനൽക്കടി ആടി ആടി ആടി. ഈ ഫോൺ ഞാൻ നിനക്ക് തന്നാലോ? ഞാൻ എന്നിട്ട് 17 Pro എടുത്താലോ? 17 ഡിസൈൻ ഇഷ്ടമായില്ല എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഡിസൈൻ ഇഷ്ടമല്ലെന്ന് എനിക്ക് ഓർമ്മ ഉണ്ടോ? മോള് പറഞ്ഞാണ് ഓൻ പറഞ്ഞത്. എനിക്ക് എൻ്റെ ഡിസൈൻ ഇഷ്ടമായില്ല, എന്നിട്ട് ഞാൻ കൊണ്ടുകൊണ്ട് എടുക്കുന്നില്ലേ? പ്രൊഡ്യൂസ് ചെയ്തു മാറ്റാൻ പറ്റൂല. കഥ ചോദ്യം കേട്ടോ, ചോദ്യം കൗണ്ടർ അടിക്കുമ്പോൾ ആലോചിച്ച് കൗണ്ടർ അടിക്കാം. എനിക്ക് അവൻ്റെ ഡിസൈന് തീരെ ഇഷ്ടമില്ല. പിന്നെ മോനല്ലേ കൊണ്ടുകൊണ്ട് എടുക്കുക. ഹലോ, എൻ്റെ സിനുവിനെ കൊണ്ടാവൂല. സിനുവിൻ്റെ ഫോൺ കോൾ ഞാൻ വീഡിയോ ആക്കിയിട്ടൊക്കെ കണ്ടാ ഓടിച്ചിട്ട് തല്ലുണ്ടാവും ഞാൻ. എന്തെങ്കിലും ഒന്ന് ഹെൽപ്പ് ചെയ്യുമോ? ഇതെങ്ങനെ ഒന്ന് പിടിച്ചു തരുമോ? അങ്ങനെയൊക്കെ പിടിക്കണം. കണക്കിന് നിനക്ക് താലി കെട്ടണമെങ്കിൽ 4 ആളപ്പുറത്ത് പിടിക്കേണ്ടി വരുമല്ലോ. താലി നൂലുകൊണ്ടല്ലേ കിട്ടുക? പിന്നെ ചരടുകൊണ്ടല്ലേ? ചരടും നൂലും ഒന്നാണ് അല്ലേ? മഞ്ഞച്ചരടിലല്ലേ കിട്ടുക? ചരടിന് കട്ടിയില്ലമ്മ. ഇനി മുസ്ലിമാ കൈയെടുത്തോ, ഞാൻ തന്നെ പിടിച്ചോളാം. പ്രശ്നം കഴിഞ്ഞില്ല. എന്തൊക്കെ സംഭവം. ഓളൊറ്റക്ക് വർത്താനം പറയും. എനിക്ക് ഇന്നലെ ആരും മനസ്സിലാക്കി. എനിക്ക് ദോശ മനസ്സിലാവുന്നുണ്ട്. ഓളൊറ്റക്ക് ഓളെ വാപ്പനോടും ഓളമ്മനോടും ഓളമ്മയച്ചനോടൊക്കെ ഓള് വർത്താനം പറയലുണ്ട്. ഇതൊന്നും അമ്മേനെ കണ്ട് പേടിച്ചാ തോന്നുന്നു. എപ്പോഴും പണ്ടേയുള്ള ശീല ഒറ്റക്ക് വർത്താനം പറയാ. എൻ്റെ പൊന്നാര പ്രിയേ, ഇനി ഞാൻ അതോട് പറയല്ല, ജസ്നന്റെ കുപ്പി ഒറ്റക്ക് വർത്താനം പറയൂന്ന്. 4-5 മോനെ കൊണ്ട് ഇനി കേൾപ്പിച്ചല്ലോ. മൊബൈൽ റീചാർജ് ചെയ്യാൻ പൈസ ഇല്ലാഞ്ഞിട്ട് റീചാർജ് ചെയ്തില്ല. എന്നിട്ട് തിരക്കായതുകൊണ്ട് അപ്പൊ എൻ്റെ അടുത്തുള്ള പെണ്ണുങ്ങളുണ്ടല്ലോ, മൂപ്പത്തി പറഞ്ഞു ഷീസ് മൈ ഫോൺ. ഫോൺ ഇപ്പൊ തരില്ല. നിങ്ങൾക്ക് ഞാനൊരു ഫോൺ വാങ്ങി ഫോണോ ഓളിന്റെ ഫോണാണെന്നോ? അതാ ഒരു തെറ്റൊക്കെ പറ്റും. എന്നെ പലരും എന്താ പറയണ്ടേ? മൈ ഫോൺ. ഷീ എന്ന് പറയുന്നത് ഷീ അല്ല, ഹീ എന്ന് പറയും. ഇറ്റ്സ് മൈ ഫോൺ. ദിസ് മൈ ഫോൺ. ദിസ് ഈസ് മൈ ഫോൺ. ഞാനൊക്കെ സ്കൂളിൽ പോയി കഴിഞ്ഞതിന് ശേഷമല്ലേ ഇനി പോയി തുടങ്ങിയത്. ഗാന്ധിജി സ്കൂളിൽ പോയിക്കോ. ഗാന്ധിജി സ്കൂൾ പറയട്ടെ. ഗാന്ധിജിന്റെ ഫോട്ടോ വരെ നോട്ടിലുണ്ട്. ഗാന്ധിജി എപ്പോഴാണ് സ്കൂളിൽ പോയത്? ഗാന്ധിജി വക്കീലെങ്ങാനാ? അല്ല, വക്കീല. ഞാനതിന് ഗാന്ധിജി സ്കൂളിൽ പോയില്ല എന്ന് പറഞ്ഞോ? അല്ല, ഇന്നലെ അനുഭവം ഉണ്ടല്ലോ. അതൊന്നും പോസ്റ്റ് ചെയ്തില്ല. നല്ലോണം അനുഭവം ഉണ്ട്. അനുഗ്രഹിച്ചത്. ഈ വീഡിയോക്ക് ശേഷം എനിക്ക് ജ്യൂസ് അടിക്കാൻ പൈസ തരുന്നതാണ് ആര്? ഉമ്മ. ഉമ്മ തരും. ഉമ്മ തന്നിട്ട് കൂച്ചു. എൻ്റെ കർത്താവേ, നമ്മളെങ്ങോട്ടാരും രാത്രി ബീച്ചിൽ പോണേ കേട്ടോ. ദേഷ്യം പിടിക്കണ്ടേ? കാരണം ഞാനും കളിയിലേക്ക് നിൽക്കുക. ഇനി പറഞ്ഞോ. ഘട്ടം കണ്ടോ? അമ്മോ, ആ ഫാനൊന്നുമില്ലോ? പത്തു ആ ഫാനടെ നയിപ്പ് കണ്ട. വണ്ടി ഓടിച്ചെത്താൻ നയിപ്പ് ഉണ്ടാവില്ല. ഇനിയിപ്പോൾ ആ തള്ളയും മോളും ഒരു മറ്റേ പ്രോസിക്യൂട്ടായിട്ടുള്ള ഒരു തള്ളയുണ്ട്.
അതിന് മൊണ്ണയായിട്ടുള്ളൊരു മോളും ഉണ്ട്. അതിന് മുമ്പ് അഭിമാനിക്കാം. ഒരു ലോക്കൽ സാധനം കൊണ്ട് എടുക്കുമ്പോൾ നമ്മൾ ഒറിജിനൽ ഗോൾഡും കൊണ്ടാണ് കഴിക്കുന്നത്. എന്തരോ കേട്ടോ 3 കെട്ട് കെട്ടിങ്ങാണ് അരുണേട്ടൻ കിട്ടുന്നതാണ്. 3 കെട്ടല്ലേ താലിയിട്ട്? ഒന്നൊന്നല്ല കെട്ടുക, 3 കെട്ട് ശവത്തിനാ. പോടോ എടുത്ത് ഞാൻ ചാവാൻ കാത്തിക്കുക. ഇവിടെ എല്ലാം യൂട്യൂബ് ഉള്ളതിനെ കൊണ്ട് ഭയങ്കര നഷ്ടമാണ്. ഇതിനെ പറ്റി എന്താ എടുക്കാനോ എല്ലാവരും അറിയില്ലേ? അപ്പൊ ആദ്യം ചോദിക്കൂലേ നമ്മളെ കയറ്റിൽ 3 മാല ഉണ്ടല്ലേ, 2 ഒന്നേ 2 കെട്ടി 3 കെട്ടി. ഇനി അരുണ് കെട്ടിയില്ല എന്നുള്ള പരാതി ആരും പറയണ്ട. അരുണ് കെട്ടി കഴിഞ്ഞു. 4 കെട്ടി, എനിക്കൊരു കെട്ട് അധിക. ഇതെന്താ സംഭവം എന്നറിയ കെട്ടൊക്കെ കെട്ടുന്നത്? അഥവാ എനിക്ക് വഴി ബസ് പോകുമ്പോ അത് പേടിക്കണ്ട. അല്ല ബസ് വേറെ പോയാൽ നമുക്ക് ഒന്നിനും കിട്ടുന്ന വിചാരിക്കും. ബസ്സിൽ തിരക്ക് അതാ പറഞ്ഞേ, അത് പേടിക്കണ്ട. ബസ് പോയാൽ കിട്ടൂല. അസൽ നാളെ ഞങ്ങൾ ഗുരുവായൂർ എത്തിയപ്പോൾ, അല്ല ഗുരുവായൂരല്ലേ എവിടെയോ പാലക്കാട് എത്തിയപ്പോൾ ഇവിടുന്ന് പോകുമ്പോൾ എങ്ങാനും വിളിച്ച് പറഞ്ഞാൽ അവർ അല്ല പോയതാ കോഴിക്കോട് എത്തിയപ്പോൾ. പാലക്കാട് എത്തി തിരിച്ച് മണ്ണാർക്കാട് എത്തുമ്പോൾ വിളിച്ചറിഞ്ഞു ഞാൻ ഗോൾഡ് വയ്ക്കുന്നു. അപ്പോഴേക്ക് വണ്ടിയിൽ എത്ര ആൾക്കാർ കയറി ഇറങ്ങിയിട്ടുണ്ടാവും. സിംഗ് ഇത് ഓർമ്മ വരുമ്പോൾ എന്താ തന്നെ അറിയോ? ദിലീപ് മറ്റേ സിനിമയില് പ്രിൻസില് ഓളോന്നും ചെയ്യിപ്പിക്കുന്നില്ലേ? മതിലിന്റെ പുറകിൽ ആരാ? മതിലിന്റെ പുറകിൽ ആരാ? ഏത് സിനിമയില്? പ്രിൻസ് എന്ന് പറഞ്ഞ സിനിമ ഉണ്ട് ദിലീപിന്റെ. അതില് കല്യാണം കഴിക്കുന്ന യൂട്യൂബറിയാ ദിലീപ്. ഇവള് അനങ്ങ വ്ളോഗ് എടുക്കലും കാര്യങ്ങളും. ഇവനെ ദിവസം ഉറങ്ങി കിടക്കുമ്പോ എണീക്കുമ്പോ മുടിയൊക്കെ കെട്ടിയിട്ട് എനിക്കിപ്പോ മുടി കെട്ടിപ്പോ എനിക്ക് അത് ഓർമ്മ വന്നു. ഇത് കുളിപ്പിച്ചു കുട്ടിയില്ലാത്ത അവസ്ഥ എന്ന് പറഞ്ഞ ആ ഒരു ഇതാട്ടോ. എന്താരോ സൂര്യചേട്ടൻ തിരിച്ചു പോയോ? മതിയളിയ മറ്റേതിന് ഇത്ര കെട്ടൊന്നും കിട്ടിയില്ലാലോ. ഷോ ആയിക്കോട്ടെ. സഞ്ജു വേഗം വണ്ടി എടുത്തിട്ട് ജ്യൂസ് വാങ്ങിക്കൊണ്ടേ. ജ്യൂസ് വാങ്ങിക്കൊണ്ടോ? ഇപ്പൊ ഞമ്മള് പൈനാപ്പിൾ വാങ്ങുന്നോണ്ടാണ് ഉണ്ണിയേട്ടൻ പൈനാപ്പിൾ നിറച്ചും കൊണ്ടുവച്ചേ. പൈനാപ്പിൾ പച്ചടി നിരത്തായി. ഞാൻ മിണ്ടാണ്ട് ഇപ്പൊ ഒന്ന് തന്നെ ബാക്കിയുള്ളവന് ഇന്നത്തെ കറിക്ക് എല്ലാരും അഭിപ്രായം പറയണേ. ഒരാപ്പൂപ്പ കറിയ ഞാൻ കൂട്ടൂല. ഒന്നുകൂടി ഇതിങ്ങനെ തൂങ്ങി കിടക്കുന്നു. അല്ല ഇച്ചിരി കൂടി കട്ടിച്ച അവസാനം നൂലാൻ കൊട്ടി പോയി ചെയ്യും. ഇത് നൂലാണ്. കൃപേഷേട്ടൻ്റെ നമ്പർ ഉണ്ടോ എൻ്റെ കയ്യിൽ? കൃപേഷേട്ട ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എനിക്കൊരു മെസ്സേജ് വാട്സപ്പിൽ അയക്കണേ. ഒരു ഐഡിയ ചെയ്താ പോരെ? ഷോപ്പിൽ വേണ്ട
എനിക്കറിയില്ല ജമന്തിയോ ജമന്തിയാണോ മന്ദാരാണോ എന്നൊന്നും എനിക്കറിയില്ല. ചോക്ലേറ്റ് പേരെന്തായിരുന്നു? കൃപേശേട്ടൻ ഇനി വിളിച്ച് കൃപേശേട്ടനെ ഫോൺ തന്നെ വിളിച്ചു. ഫോണ് മാറ്റിയെന്ന് വെച്ചാൽ വിളിച്ചിട്ടില്ല. ഇല്ലടോ ഇതന്നെ ഇല്ല ജേ ഇതിനകത്ത് വിളിക്കൂല. എനിക്കറിഞ്ഞോളൂ വിളിച്ചിട്ടുണ്ടെങ്കിൽ കൃപേശാറിന് ഇതിനകത്ത് വിളിച്ചിട്ടില്ല. വിളിച്ചിട്ടുണ്ടെങ്കിൽ ട്രൂ കോളറിലുണ്ടോ? ട്രൂ കോളറിൽ നോക്ക് കൃപേഷ് കൃപ എന്നടിച്ചു നോക്ക്. ഇല്ല. അപ്പം ബൈ പറഞ്ഞിട്ട് ബൈ ഫ്രം ജസ്ന സലീം. ടാറ്റ.